നമ്മുടെ കേരളത്തിൽ ഒരുപാട് മതമൗലികവാദികൾ ഉണ്ട്. ഏറ്റവും കൂടുതൽ മതമൗലികവാദികൾ കണ്ടുവരുന്നത് ഇസ്ലാം മതത്തിലാണ്. ഇപ്പം നമ്മൾ കാണുന്ന ഒരു പോസ്റ്ററിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിനുള്ള ബന്ധത്തിൽ നടന്ന ഒരു സംഭവമാണ്. മുസ്ലിം സ്ത്രീ ഭർത്താവല്ലാത്ത ഒരാളോട് സംസാരിക്കാൻ പാടില്ല എന്ന ചിന്താഗതി താലിബാനിസം. ഇത് തീവ്രവാദമല്ല, അതിഭീകരതയാണെന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രവർത്തകയായിട്ടുള്ള PK ശ്രീമതി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കേരളം 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ സംസ്കാരമുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ വിദ്യാഭ്യാസ സംസ്കാരമുള്ള ആളുകളുടെ ഇടയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസം എന്തെന്ന് പോലും അറിയാത്ത, പുരോഗമനവാദ കാഴ്ചപ്പാട് എന്തെന്ന് പോലും അറിയാത്ത ഒരു മതത്തിൻ്റെ ചില ആശയങ്ങൾ കുത്തിവെച്ച് സ്ത്രീ സ്വാതന്ത്ര്യം കാർന്നു നിന്ന ഒരു നിലപാടിലേക്ക് വരുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. ഇങ്ങനെയുള്ളവർക്ക് അതുകൊണ്ട് എന്താണ് കിട്ടുന്നതെന്നുള്ളത് നമുക്കറിയുന്നില്ല. കേരളത്തിൽ സദാചാര ഗുണ്ടായിസം നടത്തുന്നത് ഈ ഒരു വിഭാഗം മതമൗലികവാദികളാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്നുള്ളത് ആരും അറിയുന്നില്ല. ഒരാൾ ഒരു കാര്യം ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ബോധ്യപ്പെടണ്ടേ? ഒരാൾ സിഗരറ്റ് വലിക്കണം അല്ലെങ്കിൽ വലിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. നിർബന്ധിച്ച് അയാളെക്കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കാതിരിക്കാനോ മദ്യപിക്കാതിരിക്കാനോ ആർക്കും കഴിയില്ല. അത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഒരാൾ ഒരു കാര്യം ചെയ്യണോ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് കർക്കശമായി അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ഒരു തരത്തിലുള്ള ഗുണ്ടായിസമാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മതമൗലികവാദികളെ പ്രത്യക്ഷമായും പരോക്ഷമായും പലവരും താലോലിക്കുന്നുണ്ട് എന്ന കാരണത്താലാണ് ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ സംസ്കാരവും പുരോഗമനവാദ കാഴ്ചപ്പാടുള്ള ആളുകൾ ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കണം, അവരെ ഒറ്റപ്പെടുത്തണം. അവരുടെ കൂടെ ഒരു കാര്യത്തിലും പോകരുത്. ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കരുത്, ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കുടിക്കരുത്. അങ്ങനെ ഒറ്റപ്പെടുത്തി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ നാട്ടിൽ ചില സമുദായവാദികൾക്ക് ഇത് തന്നെയാണ് പണി. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവരവരുടെ സാമൂഹിക ഘടന നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറുന്നത്. അതുകൊണ്ട് ഇത് കേരളത്തിൻ്റെ ശാപമാണ്, കേരളത്തിൻ്റെ ദുർഗന്ധമാണ്, പിരിമുറുക്കം സൃഷ്ടിക്കുന്ന ഒരു മനോഭാവമാണ്. ഇത് നിർത്തേണ്ടത് ആവശ്യമാണ്.